ഹായ്, നമ്മൾ CMA ഫൈനലിൻ്റെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ റിവിഷൻ ക്ലാസ്സുകളാണിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ജൂൺ ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. ഞാൻ റീസെൻ്റ്ലി ക്വാളിഫൈഡ് CMA ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വാലുവേഷൻ അണ്ടർ കസ്റ്റംസ് സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ 14 ആണ് വാലുവേഷനുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഇന്ന് വാലുവേഷൻ ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട്സ് നോക്കാം. അസസബിൾ വാല്യൂ ഇൻ കേസ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CIF വാല്യൂ ആണ്, അതായത് ട്രാൻസാക്ഷൻ വാല്യൂ. CIF വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്, ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അസസബിൾ വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വാല്യൂ ഓഫ് മെറ്റീരിയൽ അറ്റ് എക്സ് ഫാക്ടറി പ്രൈസ്. എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് പ്രിവൈലിംഗ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ് ഓഫ് ദ എക്സ്പോർട്ടർ ആണ്. അതിൻ്റെ കൂടെ ക്യാരേജ് ഫ്രൈറ്റ് ഓർ ഇൻഷുറൻസ് അപ് ടു ദ പോർട്ട് ഓഫ് ഷിപ്മെൻറ്റ് ഇൻ ദ എക്സ്പോർട്ടേഴ്സ് കൺട്രിയാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് എക്സ്പോർട്ടറിൻ്റെ കൺട്രിയിലെ സീ പോർട്ടിലേക്കോ എയർപോർട്ടിലേക്കോ ഗുഡ്സ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാരേജ് ഫ്രൈറ്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ്. അതിൻ്റെ കൂടെ തന്നെ ചാർജ് ഫോർ അൺലോഡിങ് ഓൺ ടു ദ ഷിപ്പ് അറ്റ് ദ ഷിപ്പിംഗ് പോർട്ട് ഇൻ ദ എക്സ്പോർട്ടേഴ്സ് കൺട്രി. അതായത് എക്സ്പോർട്ടറിൻ്റെ കൺട്രിയിലെ ഗുഡ്സ് ഷിപ്പിലോട്ട് ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇൻകർ ആവുന്ന ലോഡിംഗ് ചാർജസ്. ഇത്ര ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ഓൺ ബോർഡ് കിട്ടും. ഇനി ഈ FOB പ്രൈസിൻ്റെ കൂടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ ചെയ്യാനുണ്ട്. ആദ്യത്തേത് കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് എക്സെപ്റ്റ് ബൈയിങ് കമ്മീഷനാണ്. അപ്പോൾ കമ്മീഷൻ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബൈയിങ് കമ്മീഷനും പിന്നെ ഒന്ന് സെല്ലിംഗ് കമ്മീഷനുമാണ്. ബൈയിങ് കമ്മീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ ടു ദ ഇമ്പോർട്ടേഴ്സ് ഏജൻറ്റ്. ഇമ്പോർട്ടറിൻ്റെ ഏജൻറ്റിന് പേ ചെയ്യുന്ന കമ്മീഷനാണ്. ആര് പേ ചെയ്യുന്നു? ഇമ്പോർട്ടർ തന്നെ പേ ചെയ്യുന്ന കമ്മീഷനാണ്. അപ്പം നമ്മളത് വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. പിന്നെ ഉള്ളത് സെല്ലിംഗ് കമ്മീഷനാണ്. അതായത് എക്സ്പോർട്ടറിൻ്റെ ഏജൻറ്റിന് പേ ചെയ്യുന്ന കമ്മീഷനാണ്. ഈ എക്സ്പോർട്ടറിൻ്റെ ഏജൻറ്റിന് എക്സ്പോർട്ടർ തന്നെയാണ് പേ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അതേസമയം എക്സ്പോർട്ടറിൻ്റെ ഏജൻറ്റിന് ഈ കമ്മീഷൻ പേ ചെയ്യുന്നത് ഇമ്പോർട്ടർ ആണെങ്കിൽ അത് നമ്മൾ വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യും. ഈ സെല്ലിംഗ് കമ്മീഷനെ തന്നെ ലോക്കൽ ഏജൻറ്റ്സ് കമ്മീഷൻ എന്നും പറയാറുണ്ട്. അതായത് നോർമലി ഈ ലോക്കൽ ഏജൻറ്റ് കമ്മീഷൻ പേ ചെയ്യുന്നത് ഇമ്പോർട്ടറാണ്. ആർക്കാണ് പേ ചെയ്യുന്നത്? എക്സ്പോർട്ടറിൻ്റെ ഏജൻറ്റിനാണ്. എക്സ്പോർട്ടറിൻ്റെ ഏജൻറ്റ് എവിടെയായിരിക്കും ഉള്ളത്? ഇന്ത്യയിലാണുള്ളത്. അതുകൊണ്ടാണ് ലോക്കൽ ഏജൻറ്റ് കമ്മീഷൻ എന്നും ഇതിനെ പറയുന്നത്. അടുത്തത് പാക്കിംഗ് കോസ്റ്റ് ആണ്. എക്സെപ്റ്റ് കോസ്റ്റ് ഓഫ് ഡ്യൂറബിൾസ് ആൻഡ് റിട്ടേണബിൾ പാക്കിംഗ്. പിന്നെ ഉള്ളത് കോസ്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ്, ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാൻ ഓഫ് സ്കെച്ചസ് അണ്ടർടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ റോയൽറ്റീസ് ആൻഡ് ലൈസൻസ് ഫീസ്, വാല്യൂ ഓഫ് സബ്സീക്വൻറ്റ് റീസെയിൽ ഇഫ് പേയബിൾ ടു ദ ഫോറിൻ സപ്ലയർ. പിന്നെ ഉള്ളത് വാല്യൂ ഓഫ് മെറ്റീരിയൽ സപ്ലൈഡ് ബൈ ദ ബയർ ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പം ഇത്ര ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് FOB വാല്യൂ ആസ് പെർ കസ്റ്റംസ് കിട്ടും. ഇനി ഈ FOB വാല്യൂ ആസ് പെർ കസ്റ്റംസിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് ഫ്രൈറ്റ് ആണ്. ഫ്രൈറ്റിൻ്റെ കേസിൽ രണ്ട് സിറ്റുവേഷനാണ് ഉള്ളത്. ഒന്ന് അസർട്ടൈനബിളും നോട്ട് അസർട്ടൈനബിളും. നോട്ട് അസർട്ടൈനബിൾ ആണെങ്കിൽ 20% ഓഫ് FOB എടുക്കുക. ഇനി അസർട്ടൈനബിൾ ആണ് എങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് എയർ ഫ്രൈറ്റ് ആണെങ്കിൽ ആക്ച്വൽ എയർ ഫ്രൈറ്റ് ഓർ 20% ഓൺ FOB വിച്ച് എവർ ഈസ് ലെസ് ആണ് എടുക്കേണ്ടത്. ഇനി സീ ഫ്രൈറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എത്രയാണോ തന്നിരിക്കുന്നത്, അതായത് ആക്ച്വൽ സീ ഫ്രൈറ്റ് എത്രയാണോ അത് തന്നെ എടുക്കുക. അടുത്തത് ഷിപ്പ് ഡെമറേജ് ചാർജസ് ഓൺ ചാർട്ടേഡ് വെസൽസ്, ലൈറ്ററേജ് ഓർ ബാർജ് ചാർജസ് ആണ്. ഷിപ്പ് ഡെമറേജ് ചാർജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പേയബിൾ ബൈ ദ ഷിപ്പിംഗ് കമ്പനി ഫോർ ആങ്കറിങ് ഷിപ്പ് അറ്റ് ദ ഔട്ടർ സ്പേസ് ആണ്. പിന്നെ ഉള്ളത് ബാർജിങ് ഓർ ലൈറ്ററേജ് ചാർജസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഷിപ്പ് നമുക്ക് ജെട്ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അതായത് ചില സമയത്ത് പോർട്ട് വളരെ ഒത്തിരി ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഡീപ്പ് ഡ്രോട്ട് കാരണം അതൊക്കെ കാരണം നമുക്ക് ഗുഡ്സ് ജെട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ഗുഡ്സിനെ ഔട്ടർ ആങ്കറേജിൽ നിന്ന് ജെട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ചാർജസാണ് ബാർജിങ് അല്ലെങ്കിൽ ലൈറ്ററേജ് ചാർജസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെമറേജ് ചാർജസ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഡെമറേജ് ചാർജസ് പേയബിൾ ബൈ ദ ഇമ്പോർട്ടർ ഇഫ് ഗുഡ്സ് ആർ നോട്ട് ക്ലിയർഡ് വിത്തിൻ ദ ടൈം ലിമിറ്റ്. ടൈം ലിമിറ്റിനുള്ളിൽ ഗുഡ്സ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇമ്പോർട്ടർ പോർട്ട് ട്രസ്റ്റ് അതോറിറ്റിക്ക് പേ ചെയ്യേണ്ട എമൗണ്ടാണ് ഡെമറേജ് ചാർജസ്. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല.
ഇനി അടുത്തത് ഇൻഷുറൻസ് ചാർജസ് ആണ്. ഇൻഷുറൻസ് ചാർജസും 2 കേസുണ്ട്. ഗിവൺ ഇൻ ദ പ്രോബ്ലം, അതായത് അസർട്ടൈനബിൾ ആണെങ്കിൽ ആ തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് FOBയുടെ കൂടെ ആഡ് ചെയ്യുക. ഇനി നോട്ട് അസർട്ടൈനബിൾ ആണെങ്കിൽ 1.125% ഓഫ് FOB ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് കിട്ടും. അതായത് അതാണ് അസസബിൾ വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലം വെച്ച് തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫ്രം ദ പർട്ടിക്കുലർസ് ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ദ അസസബിൾ വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് അണ്ടർ കസ്റ്റംസ് ആക്ട് 1962 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ അസസബിൾ വാല്യൂ കണ്ടുപിടിക്കാനുള്ളതാണ്. അസസബിൾ വാല്യൂ എന്ന് വെച്ചാൽ CIF വാല്യൂ. ഓക്കെ, അപ്പോൾ അവരിവർ എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് മെഷീൻ അറ്റ് ദ ഫാക്ടറി ഓഫ് ദ എക്സ്പോർട്ടിംഗ് കൺട്രി. നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ട് ചാർജസ് ഇൻക്ലൂഡ് ബൈ എക്സ്പോർട്ടർ ഫ്രം ഹിസ് ഫാക്ടറി ടു ദ പോർട്ട് ഫോർ ഷിപ്മെൻറ്റ്. ഹാൻഡ്ലിംഗ് ചാർജസ് പെയ്ഡ് ഫോർ ലോഡിംഗ് ദ മെഷീൻ ഇൻ ദ ഷിപ്പ്. ബൈയിങ് കമ്മീഷൻ പെയ്ഡ് ബൈ ഇമ്പോർട്ടർ. ഫ്രൈറ്റ് ചാർജസ് ഫ്രം എക്സ്പോർട്ടിംഗ് കൺട്രി ടു ഇന്ത്യ ആൻഡ് എക്സ്ചേഞ്ച് റേറ്റും തന്നിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഇവർ കോസ്റ്റ് ഓഫ് ഇൻഷുറൻസിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1.125% ഓഫ് FOB എടുക്കണം. അതെടുക്കാൻ വിട്ടുപോകരുത്. ക്വസ്റ്റ്യൻ അതിനെപ്പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അപ്പോൾ അതെടുക്കാൻ വിട്ടുപോകരുത്. 1.125% ഓഫ് FOB ആണ്, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് FOB കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് കോസ്റ്റ് ഓഫ് മെഷീൻ അറ്റ് ദ ഫാക്ടറി ഓഫ് ദ എക്സ്പോർട്ടിംഗ് കൺട്രി, അതായത് എക്സ് ഫാക്ടറി പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. $10,000 10,000. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ട്രാൻസ്പോർട്ട് ചാർജസ് ഇൻക്ലൂഡ് ബി എക്സ്പോർട്ടർ ഫ്രം ഹിസ് ഫാക്ടറി ടു ദ പോർട്ട് ഫോർ ഷിപ്മെൻറ്റ്. അതായത് എക്സ്പോർട്ടറിൻ്റെ കൺട്രിയിൽ ഗുഡ്സ് പോർട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള ചാർജസ് ആണ് 500, അത് ആഡ് ചെയ്യുക. പിന്നെ ഉള്ളത് ഹാൻഡ്ലിംഗ് ചാർജസ് പെയ്ഡ് ഫോർ ലോഡിംഗ് ദ മെഷീൻ ഇൻ ദ ഷിപ്പ്. ഓക്കെ, അപ്പോൾ ആ മെഷീൻ ഷിപ്പിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകറായിട്ടുള്ള ഹാൻഡ്ലിംഗ് ചാർജസ് ഉണ്ട്, അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 50. അപ്പം അത്രയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് FOB വാല്യൂ ആസ് പെർ എക്സ്പോർട്ടർ കിട്ടും. ഇനി അടുത്തത് തന്നിട്ടുള്ളത് ബൈയിങ് കമ്മീഷൻ പെയ്ഡ് ബൈ ഇമ്പോർട്ടറാണ്. അതായത് ഇമ്പോർട്ടറിൻ്റെ ഏജൻറ്റിന് ഇമ്പോർട്ടർ പേ ചെയ്തേക്കുന്ന കമ്മീഷനാണ്, അത് നമ്മൾ എടുക്കത്തേയില്ല. അതായത് അസസബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈയിങ് കമ്മീഷൻ നമ്മൾ എടുക്കില്ല. പിന്നെ തന്നിട്ടുള്ളത് ഫ്രൈറ്റ് ചാർജസ് ഫ്രം എക്സ്പോർട്ടിംഗ് കൺട്രി ടു ഇന്ത്യ. എയർ ഫ്രൈറ്റ് അല്ല, സീ ഫ്രൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള എമൗണ്ട് തന്നെ എടുക്കാം, 1000. പിന്നെ ഉള്ളത് കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ആണ്. അത് പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് FOBയുടെ 1.125% ആണ്. FOB എന്ന് പറയുന്നത് 10,550 ആണ്. അതിൻ്റെ 1.125% എന്ന് പറയുമ്പം 118.6875. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് CIF വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ CIF വാല്യൂ എന്ന് പറയുന്നത് 11,668.6875 ആണ്. ഇനി അതിന് നമുക്ക് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ട്. $1 = 75 rupees ആണ്. അപ്പോൾ 75 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 8,75,152 എന്ന് കിട്ടും അസസബിൾ വാല്യൂ.